ഉണ്ടാക്കി കൊടുത്തതാണെന്ന് അവർ മനസ്സിലാക്കിയാലുടനെ എന്റെ മോളെ വെടിവെച്ച് കൊന്നിട്ട് അവർ രക്ഷപ്പെടും. നീ പറയുന്നത് ആരെയും അറിയിക്കാതെ അവരാവശ്യപ്പെട്ട പണം കൊടുത്ത് ബീനെ രക്ഷിക്കണം. 10 ലക്ഷം രൂപ പോകുമെന്നോർത്ത് വിഷമിക്കുകയാണോ? ബീനമേളക്കൾ വലുതാണോ അങ്ങേക്ക് പണം? അങ്ങേക്ക് പോകാൻ ഭയമാണെങ്കിൽ ഞാൻ പോകാം. പണം എടുത്തു തരൂ. അതെവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേണ്ട, നീ പോകണ്ട, ഞാൻ തന്നെ പോകാം. ഓരോ നിമിഷം കഴിയും തോറും എന്റെ മകൻ മരണത്തെ സമീപിക്കുകയാണ്. ആ ദുഷ്ടന്മാർ അവളെ നശിപ്പിക്കുന്നതിന് മുൻപ് ഈശ്വരനെ ഓർത്ത് പോയി അവളെ രക്ഷിക്കൂ. അറിയാതെ രജനി, ഉടൻ തന്നെ ഞാൻ പണം എടുത്ത് പോകാം. ഈശ്വരനെ വിചാരിച്ച് എന്റെ മകളെ ഉപദ്രവിക്കാതെ വീട്ടിലെത്തിക്കണം. ആക്സിഡന്റിൽ കാലൊടിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? എക്സ്റേ എടുക്കും, പിന്നെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇട്ടാൽ എപ്പോഴാണ് അഴിക്കുക? ഒടിഞ്ഞ എല്ലുകൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കെട്ടഴിക്കും. വെരി ഗുഡ്.
നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല. മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളുടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. 1 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു? Are you ready? Ready, sir. Thank you. പോലെ തന്നെ സംവിധായകൻ കഥാനായികയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട. സാറും ഉടനെ വന്നാട്ടെ. 2 കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം പ്രാപ്ര. എന്റെ അച്ഛൻ അഭിമാനിയാണ്. അവിവാഹിതയായ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് അച്ഛനെന്റെ രവിയേട്ടനെ വെടിവെച്ച് കൊന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയമ്മ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു. കുഞ്ഞിനെ ആരും അറിയാതെ ഒരു അനാഥാലയത്തിലാക്കി. പക്ഷേ എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിലേക്ക് എഴുതി. നല്ലവരായ അവർ എന്റെ വീട്ടിനടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. പക്ഷേ ഒരമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ അവളെ താലോലിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് അവളെ വാരിപ്പുണരാൻ എനിക്ക് ഭാഗ്യമില്ല. ബാബു, നിർഭാഗ്യവതിയായ എന്റെ കഥ ബാബുവിനെ നൊമ്പരപ്പെടുത്തിയോ? ഇല്ല, ഞാൻ ചെയ്തു പോയ ക്രൂരതയോർത്ത് സ്വയം വേദനിച്ചു പോയതാണ്. ക്രൂരതയോ? അതെ ബീനെ, നീ വിചാരിക്കുന്നത് പോലെ രവിയെ കൊന്നത് എന്റെ അച്ഛനല്ല. പിന്നെ ഞാനാണ്. ഞാൻ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന കാലമായിരുന്നു. പണത്തിനു വേണ്ടി അന്ന് ഞാൻ എന്തും ചെയ്യുമായിരുന്നു. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നിന്റെ ചെറിയമ്മയെ ഞാൻ പരിചയപ്പെട്ടു. ഒരു ദിവസം ഒരു കെട്ട് നോട്ടുമായി അവരെന്റെ അടുത്ത് വന്നു. ആ വിവാഹം നടന്നാൽ മേനോന്റെ എല്ലാ സ്വത്തിനും രവി അവകാശമായി തീരും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അതുകൊണ്ട് രണ്ടിനെയും തട്ടിക്കളയാം. വേണ്ട, തൽക്കാലം രവി ഒതുക്കുക. ഓക്കെ. ഹോട്ടൽ വെസ്റ്റ് എൻഡിൽ 116 നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത്. ആർക്കും സംശയം തോന്നരുത്. ഇതാ. യെസ്, കം ഇൻ. ആ കൊലപാതകത്തിലൂടെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതമാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല. തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരും. മാപ്പ് തരില്ലേ ബീനെ?
പറഞ്ഞാൽ നിന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. നിന്റെ കുഞ്ഞമ്മയുടെ നിർദ്ദേശപ്രകാരം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷം. എന്റെ രവീട്ടിനെ കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇല്ല ബീനെ, ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. എന്നെ വിശ്വസിക്കൂ. calling 33 501 calling 33 501 calling 33 ഓവർ. നായികയുടെ കണ്ണുനീർ സംവിധായകനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വില്ലി ഇടയ്ക്ക് വീഴാനും ഒരു സംഘട്ടനം ഉണ്ടാകാനുള്ള വഴിയുണ്ട്. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ടു വരിക. ഓവർ. Message will be transformed to Tiger immediately. Message will be transformed to Tiger immediately. Message will be transformed to Tiger immediately. Over. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന എന്താ? ബീന എവിടെ മിസ്റ്റർ? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ? പെട്ടി തന്നു. എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് തുറന്നു നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം. നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടേജ് നീയല്ലേ വാടകയ്ക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിലയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാനത് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ. നമുക്ക് ഇനിയും കാണാം.